GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടവൂർ 4ാം ബ്ലോക്ക് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മന്ത്രിമാർ. സഹായങ്ങളെക്കുറിച്ച് മന്ത്രിസഭ തീരുമാനിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മാതൃപ്പിള്ളിയിലെ ഷോജി ഷാജി വധത്തിൽ ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടുമെന്ന് ആഭ്യന്തരമന്ത്രി. കുറ്റവാളികളെ പിടിക്കുകയാണ് പ്രധാനമെന്നും തിരുവഞ്ചൂർ. 4ാം ബ്ലോക്ക് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ നാട്ടുകാർ കൈമൈ മറന്നുള്ള തെരച്ചിലാണ് നടത്തിയത്. നേവിയും ഫയർഫോഴ്സും പോലീസും സർവ്വസന്നാഹങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു. മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കളും സംഭവസ്ഥലത്തെത്തി. വെള്ളിയാഴ്ച വൈകുന്നേരം നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ച വലിയ ദുരന്തം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. കനത്ത ആഘാതത്തിനിടയിലും ഇതുവരെ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നവരെ കണ്ടെത്താൻ അയൽവാസികളും ഓടിയെത്തിയവരും രംഗത്തിറങ്ങി. ജീവനോടെ ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ എന്നതിന്റെ വേദനയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക്. വളരെ സാഹസം നിറഞ്ഞതായിരുന്നു രക്ഷാപ്രവർത്തനം. ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഏറെ ദുഷ്കരമായിരുന്നു. മരങ്ങൾ വെട്ടിമാറ്റിയും കല്ലുകൾ മറിച്ചിട്ടുമെല്ലാം അവർ പ്രിയപ്പെട്ടവർക്കായി പരതി. വിശ്രമമില്ലാതെ നാട്ടുകാർ തെരച്ചിൽ തുടർന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. നിർദ്ദേശങ്ങൾ നൽകാനും സഹായങ്ങൾ നൽകാനും ഇതിനിടെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എത്തി. പലതവണയായി മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇതിനായി കുത്തിയൊഴുകിയെത്തി കുന്നുകൂടിയ മണ്ണും കല്ലും സ്ഥലത്തു നിന്നും നീക്കം ചെയ്തു. മണ്ണുമാന്തി യന്ത്രങ്ങൾ രാത്രിയും പകലും ഇടതടവില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. മന്ത്രിമാരായ കെ ബാബു, അനൂപ് ജേക്കബ്, VK ഇബ്രാഹിം കുഞ്ഞ്, PJ ജോസഫ്, അടൂർ പ്രകാശ്, VS ശിവകുമാർ എന്നിവർ ദുരന്തം നടന്ന സ്ഥലത്തെത്തി. PT തോമസ് MPയും MLAമാരായ TU കുരുവിളയും ജോസഫ് അഴകിനും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ആവശ്യമായ സഹായങ്ങൾ നൽകി. ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം തടസ്സമുണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളും ഉറപ്പാക്കി. ശ്രേഷ്ഠ കാതോലിക്ക ബസോലിയസ് തോമസ് പ്രദോൻ ബാവയും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും സംഭവസ്ഥലത്ത് സന്ദർശിച്ചു. തെരച്ചിൽ നടത്തുന്നവർക്ക് ഭക്ഷണം നൽകാനും മറ്റ് സഹായങ്ങൾ നൽകാനും യുവാക്കളുടെ സംഘം പ്രവർത്തിച്ചത് ദുരന്തഭൂമിയിൽ ആശ്വാസം പകർന്നു. തായ്ക്കുടി മലയുടെ ഒരു ഭാഗമാണ് കനത്ത മഴയത്ത് അടർന്നു വീണ് കുത്തിയൊലിച്ചത്. മണ്ണും കല്ലും നിറഞ്ഞ് അടിവാരത്തിലെ 7 വീടുകൾ മൂടിപ്പോയി. ഈ വീടുകളിലുണ്ടായിരുന്ന 6 മനുഷ്യരിൽ 5 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടത് ഒരാൾ മാത്രം. വീടുകൾക്ക് പുറത്തായിരുന്ന കുടുംബാംഗങ്ങൾക്കും ഓടിമാറിയവർക്കും ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. മണ്ണും കല്ലും കുത്തിയൊഴുകിയതിനോട് ചേർന്നുള്ള വീട്ടുകാർ തലനാരിഴ വ്യത്യാസത്തിലാണ് ദുരന്തത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. അവിടുന്ന് ഭാഗമെല്ലാം നിരങ്ങി വന്ന ഭാഗമാണ്. വെള്ളമായിട്ടില്ല, ഇങ്ങനെ കുഴമ്പ് വരുതിൽ ഇങ്ങനെ നിരങ്ങി വന്ന് ഇവരുടെ പെരയുടെ മുറ്റത്തേക്ക് ചാടുന്ന ഭാഗമാണ്. പിന്നെ എനിക്ക് ഇവിടെ എന്നാ നടന്നത് എനിക്ക് നല്ലൊരു ഓർമ്മയിലാണ്. ഞാൻ പിന്നെ വീട്ടിലെ ഭാര്യയും ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവരെ വിളിച്ചിട്ട് അവർ കേട്ടില്ല. ഞാനിവിടെ ഇറങ്ങി ഓടി. ഇതെവിടെ വരെ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെൻ്റെ കൂട്ടത്തിലില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്നു. കടവൂർ 4ാം ബ്ലോക്ക് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവർക്ക് സീറോ മലബാർ സഭ സഹായം എത്തിക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. ദുരന്ത പ്രദേശം സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. നമ്മുടെ നാടിന്റെ ഈ കൂട്ടായ്മ ഈ കാര്യത്തിൽ വളരെയേറെ പ്രകടമാണ്. ഞാൻ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് കൂടുതലായിട്ടും ഇനിയും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്തെ ആളുകളോട് നമുക്ക് ഉള്ള സഹാനുഭൂതിയും നമ്മുടെ മാനുഷികവും നമ്മുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുമുള്ള ആ കൂട്ടായ്മ നമ്മൾ പ്രദർശിപ്പിക്കണം. സഭയുടെ ഭാഗത്ത് നിന്ന് കോതമംഗലം രൂപതയുടെയും അതുപോലെ തന്നെ എറണാകുളം അതിരൂപതയുടെയും സീറോ മലബാർ സഭയുടെയും മറ്റ് സഭാംഗങ്ങൾ എല്ലാവരുടേതുമായിട്ടുള്ള സാമ്പത്തികവും മറ്റു വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. കടവൂർ 4ാം ബ്ലോക്കിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് പൂർണ്ണമായി നശിച്ചവർക്ക് അടിയന്തര സഹായം നൽകി. ബിനോയ് കുഞ്ചിലക്കാട്ട്, ചിന്നമ്മ വട്ടക്കുന്നേൽ, ഗോപാലൻ മണിക്കുന്നേൽ, മീരാൻ കിഴക്കേൽ എന്നിവർക്ക് 10,000 രൂപ വീതമാണ് ജില്ലാ കളക്ടർ ഷെയ്ഖ് പരീദ് വിതരണം ചെയ്തത്. ചടങ്ങിൽ തഹസിൽദാർ KJ ജോസഫ്, KM നാസർ, ജെസി അഗസ്റ്റിൻ, സാബു T മാത്യു, AV സുരേഷ്, സന്തോഷ് ജോർജ്, സുജ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടമ്പുഴ ഞായപ്പിള്ളിയിലെ ഉരുൾപൊട്ടലിൽ സെന്റ് ആന്റണീസ് പള്ളി വക 1 ഏക്കറോളം കൃഷിഭൂമി നശിച്ചു. 50ഓളം റബ്ബർ മരങ്ങളും കടപുഴകി. പക്ഷി സങ്കേതത്തിൽപ്പെട്ട ഒരു മലയിൽ നിന്നുമാണ് ഉരുൾപൊട്ടിയത്. മണ്ണും കല്ലും കുത്തിയൊഴുകി പള്ളിയുടെ സെമിത്തേരിക്ക് സമീപത്തെ 1 ഏക്കറോളം സ്ഥലത്ത് അടിയുകയായിരുന്നു. ഉരുൾപൊട്ടിയൊഴുകിയ ഭാഗത്തെ 50ഓളം റബ്ബർ മരങ്ങൾ നശിച്ചു. ഇപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽപ്പെട്ട ഒരു വന പ്രദേശത്തു നിന്നാണ് ഉരുൾപൊട്ടിയത്. നായപ്പള്ളി സെന്റ് ആൻഡ്രൂസ് പള്ളിയുടെ
ഏതാണ്ട് കൃഷി ലേഖനങ്ങൾ കുറെ നഷ്ടപ്പെട്ടു, റബ്ബറെല്ലാം പോയി, കുറെ പ്രദേശം മണ്ണിനടിയിലായ സംഭവമാണ് ഉണ്ടായത്. എന്തായാലും ഉരുൾപൊട്ടൽ വലിയ ശക്തിയുള്ളതായിരുന്നില്ല, അതുകൊണ്ടാണ് കൂടുതൽ ദുരന്തം ഒഴിവായത്. അല്പം കൂടി മാറിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെങ്കിൽ വീടുകൾക്ക് മേൽ പതിക്കുമായിരുന്നു. ഏതായാലും ഈ പള്ളിപ്പറമ്പിലായതുകൊണ്ട് ഇത്രയും നാശനഷ്ടങ്ങളൊക്കെ ചെടികൾക്കൊക്കെ വന്നെങ്കിലും മറ്റു വീട്ടുകാർക്കൊന്നും വന്നില്ല. അവിടെ ആ ഭാഗത്തേക്ക് മാറി ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് മാറി ഉരുൾ പൊട്ടിയായിരുന്നെങ്കിൽ ഒത്തിരി വീടുകളിൽ വെള്ളത്തിനടിയിലാവുകയും അല്ലെങ്കിൽ ഇതിൻ്റെ കെടുതി അതിനെ അനുഭവിക്കേണ്ടി വരികയും ചെയ്തായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് അത്രയും പ്രശ്നങ്ങളുണ്ടായില്ല. ഇനി ഈ പറയുന്ന മണ്ണ് അവിടെ പാറയും തെളിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ മണ്ണ് വീണ്ടും ഇനിയും മഴ പെയ്യുവാണെങ്കിൽ വീണ്ടും ആ മണ്ണ് താഴത്തേക്ക് ഒലിച്ചു വരാൻ ഇടയുണ്ടെന്നാണ് വന്നവരും ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്. മാതിരപ്പിള്ളി കണ്ണാടിപ്പാറ ഷോജി ഷാജിയുടെ കൊലപാതകം സംബന്ധിച്ച് പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ അന്വേഷണത്തിന് മറ്റു മാർഗങ്ങൾ ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോതമംഗലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റവാളികൾ പിടിക്കപ്പെടണമെന്നതാണ് ആവശ്യമെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കും, അന്വേഷണം തൃപ്തികരമായിട്ടല്ല പുരോഗമിക്കുന്നതെങ്കിൽ അപ്പോൾ പല ഓപ്ഷൻസ് ഗവൺമെന്റ് മുമ്പിലുണ്ട്. പക്ഷെ നമുക്ക് കുറ്റക്കാരെ കണ്ടെത്താം, ആ കുറ്റക്കാരെ കണ്ടെത്തക്ക വിധത്തിലുള്ള നടപടി നിശ്ചയമായിട്ട് നടത്താം. വിവിധ കൃഷിഭവനുകളിൽ കർഷക ദിനം ആചരിച്ചു. കോട്ടപ്പടിയിൽ നടന്ന കർഷക ദിനാചരണം ടി എ കുരുവിള MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സാജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KA ജേക്കബ് മികച്ച കർഷകരെ ആദരിച്ചു. കീരമ്പാറയിലെ കർഷക ദിനാചരണ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ സലീം അധ്യക്ഷത വഹിച്ചു. കർഷക ദിനത്തിൽ കുട്ടമ്പുഴയിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CJ എൽദോസ് അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട PK വത്സലൻ, ജെയ്സൺ ചെറുവേലിൽ, ടോമി കൊല്ലപ്പിള്ളിൽ, മോഹിനി സാജു, ലൂക്ക കല്ലുംപിള്ളിൽ, മൈക്കിൾ കവനപ്പറമ്പിൽ, ഹരിക്കുട്ടൻ ആനിക്കാട്ട് എന്നിവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി സാജു പൊന്നാട അണിയിച്ചു. പിണ്ടിമനയിലെ കർഷക ദിനാചരണ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ജോയി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KA ജേക്കബ് മികച്ച കർഷകരെ ആദരിച്ചു. PV എൽദോസ്, KP ജോണിക്കുട്ടി, ചാത്തൻ മുണ്ടക്കൽ, ആനി പൗലോസ്, R ഗോപിനാഥൻ നായർ എന്നിവരെയാണ് ആദരിച്ചത്. കവളനാട് പഞ്ചായത്തിൽ കർഷക ദിനാചരണത്തിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകരെ ആദരിച്ചു. വാരപ്പെട്ടിയിൽ കർഷക ദിനാചരണവും ടി എ കുരുവിള MLA ഉദ്ഘാടനം ചെയ്തു. തങ്കളം കാക്കനാട് നാലുവരി പാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ തങ്കളം ഭാഗത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് വെള്ളക്കെട്ടുണ്ടായത്. നിരവധി നാട്ടുകാർ ഇതുമൂലം ദുരിതം അനുഭവിച്ചു. വരും വർഷങ്ങളിൽ ഇത്തരം വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കുവാൻ നടപടി വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കറുകിടം മാവിൻ ചുവട്ടിൽ നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വൈകുന്നേരമാണ് അപകടം നടന്നത്. മൂവാറ്റുപുഴ റോഡിലെ മാവിൻ ചുവട് പള്ളിപ്പടി ഭാഗത്ത് അപകടം നിരന്തരം നടക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ഇത് തടയാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 95-ല് ഒരു 7 പേര് മരിച്ച സംഭവം, അതിൻ്റെ ഉള്ളുകൊണ്ട് ഒരു 4-5 അപകടങ്ങളും ഈ വളവിൽ നടന്നിട്ടുണ്ട് നിലവിൽ. അപ്പോൾ നമ്മൾ പാടത്തേക്ക് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഇത്. അപ്പോൾ അതിനാൽ ഒരു സിഗ്നലിലോ എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും തയ്യാറാക്കാൻ പറ്റുമെന്ന് നമ്മുടെ കോതമംഗലം മുനിസിപ്പാലിറ്റിയോട് അഭ്യർത്ഥിക്കുന്നു. പല്ലാരിമംഗലം സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളുടെ വീട്ടിൽ മരുന്നും ഭക്ഷ്യവസ്തുക്കളും എത്തിച്ചു നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മൊയ്തു നിർവഹിച്ചു. MM അബ്ദുൾ റഹ്മാൻ, PM ഹസൻ, ബൈജു അയ്യപ്പൻ, PK അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കടവൂർ 4ാം ബ്ലോക്ക് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മന്ത്രിമാർ. സഹായങ്ങളെക്കുറിച്ച് മന്ത്രിസഭ തീരുമാനിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.
ടി ഷാജി വധത്തിൽ ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടുമെന്ന് ആഭ്യന്തരമന്ത്രി. കുറ്റവാളികളെ പിടിക്കുകയാണ് പ്രധാനമെന്നും തിരുവഞ്ചൂർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.